എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള കീം പരീക്ഷാ ഫലം ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിരിക്കുകയാണ്. പ്രോസ്പെക്ടസിൽ വരുത്തിയ മാറ്റങ്ങൾ ചോദ്യം ചെയ്തുള്ള ഹർജി അതിൽ ഹൈക്കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട തീരുമാനമുണ്ടായിരിക്കുകയാണ്. വെയിറ്റേജ് മാറ്റിയത് ശരിയായില്ല എന്ന് കോടതി വിലയിരുത്തുന്നുണ്ട്. ഇതോടുകൂടി വിദ്യാർത്ഥികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ നിലനിൽക്കുന്നു, പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ നിലനിൽക്കുന്നു. അതിനിടയിൽ ഈ കോടതിയുടെ തീരുമാനം വന്നതിന് പിന്നാലെ തന്നെ തൊട്ടു പിന്നാലെ തന്നെ അപ്പീൽ പോകാനുള്ള തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് തുടരുന്നുണ്ട്. വിഷ്ണു, ഇതിൽ മുന്നിലുള്ള നിർദ്ദേശങ്ങൾ നടപ്പാക്കിയാൽ അതിൽ അപ്പോഴും തുല്യതയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വരും എന്നുള്ളൊരു പ്രശ്നം അത് സർക്കാരിനൊരു വെല്ലുവിളിയായി മുന്നിൽ നിൽക്കുന്നുണ്ടല്ലോ വിഷ്ണു. വലിയ വെല്ലുവിളി, വലിയ പ്രതിസന്ധിയിലാണ് സർക്കാർ എന്നതിൽ ഒരു തർക്കവുമില്ല. സർക്കാർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നടപടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. നേരത്തെ ഇതിൽ ഒരു സ്റ്റേ പോലും ഹൈക്കോടതി ഈ പ്രസിദ്ധീകരണ ഫലം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പോലും അങ്ങനെ ഒരു സ്റ്റേ ആദ്യഘട്ടത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു സംസ്ഥാന സർക്കാർ. പക്ഷേ ഇന്ന് ഈ കേസ് പരിഗണിക്കുകയും സംസ്ഥാന സർക്കാരിന്റെ നടപടി ഈ പരീക്ഷാഫലം റദ്ദു ചെയ്യുകയും ചെയ്തത് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രവേശന നടപടികൾ അടക്കം പുരോഗമിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഇത്തരത്തിലൊരു തീരുമാനം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി ഡിവിഷൻ ബെഞ്ചിന് അപ്പീൽ നൽകാൻ നിലവിൽ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ വിദ്യാർത്ഥികളുടെ ഭാവി എന്ത് എന്ന ചോദ്യത്തിന് മറുപടി നൽകാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും ഒക്കെ ഉണ്ട്. ഇതിന്റെ ഒരു പശ്ചാത്തലം ഇങ്ങനെയാണ്. സംസ്ഥാന സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഈ എഞ്ചിനീയറിംഗ് പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട മാർക്ക് 15 മുതൽ 20 വരെ മാർക്ക് നഷ്ടപ്പെടുത്തുന്ന ആക്ഷേപം കഴിഞ്ഞ 5 വർഷമായി വിദ്യാർത്ഥികൾ പരാതിയായി ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി തമിഴ്നാട് മോഡൽ മാർക്ക് ഏകീകരണം നടപ്പാക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. മാർക്ക് ഏകീകരണവുമായി ബന്ധപ്പെട്ട് വിദഗ്ധ സമിതി 5 തരം മാറ്റങ്ങളാണ് നിർദ്ദേശിച്ചത്. അതിൽ ഒന്ന് സ്വീകരിച്ചാണ് എൻട്രൻസ് കമ്മീഷണർ സമർപ്പിച്ച ശുപാർശ മന്ത്രിസഭാ യോഗം അംഗീകരിച്ചത്. അങ്ങനെയാണ് പുതിയ രീതിക്ക് തുടക്കം കുറിക്കുന്നത്. ആ രീതി പറയുന്നത് മാർക്ക് ഏകീകരണ സമയത്ത് സംസ്ഥാന സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാർക്ക് നഷ്ടപ്പെടാത്ത വിധത്തിലുള്ള ഫോർമുലയ്ക്ക് അംഗീകാരം നൽകി. പുതിയ ഫോർമുല അനുസരിച്ച് CBSE കുട്ടികൾക്കും അതോടൊപ്പം തന്നെ സംസ്ഥാന സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ICSE വിദ്യാർത്ഥികൾക്കാണെങ്കിലും പരീക്ഷയുടെ മൊത്തം മാർക്ക് ചേർത്തുകൊണ്ടായിരിക്കും ഏകീകരണം ഉണ്ടാകുക എന്ന് അവർ പറയുന്നു. പക്ഷേ ആ വാദങ്ങൾ ഒന്നും തന്നെ നിലവിൽ കോടതി അംഗീകരിച്ചിട്ടില്ല. പുതിയ രീതി അനുസരിച്ച് വലിയ പ്രതിസന്ധി തങ്ങൾ നേരിടുന്നുവെന്നാണ് CBSE വിദ്യാർത്ഥികൾ കോടതിയെ ധരിപ്പിച്ചത്. അത് ഈ വെയിറ്റേജ് നൽകുന്നത് നിയമപരമല്ല എന്ന് തന്നെ കോടതിയും ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഈ തിരിച്ചടി സംസ്ഥാന സർക്കാരിന് നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഇനി ഇതെങ്ങനെയാണ് കോടതിയെ ധരിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഏറെ നിർണായകമാണ്. ഒരുപക്ഷെ അടുത്ത ദിവസം തന്നെ അപ്പീൽ നൽകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് പ്രത്യേകിച്ച് ഈ പ്രവേശന നടപടി അടക്കം മുന്നിൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഉടൻ തന്നെ അപ്പീൽ നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്. നേരത്തെ നീറ്റ് ഫലം വന്നിട്ട് പോലും വന്ന ശേഷം ഏറെ വൈകിയാണ് കീം ഫലം എത്തിയത്. അത് വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ വഴിവെച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ച ഈ ഫലം പ്രസിദ്ധീകരിക്കുകയും 1ാം റാങ്കുകാരടക്കം പ്രതികരണം അടക്കം നമുക്ക് മുൻപിലേക്ക് വരികയും ചെയ്തിരുന്നു. പക്ഷേ ഇനി ലിസ്റ്റിൽ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ച ലിസ്റ്റിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളടക്കം ആശങ്കയിലാണ്. അവരടക്കം ഇനി എന്ത് ചെയ്യും എന്നൊരു ചോദ്യം അവർക്ക് മുൻപിലുണ്ട്. അതിന് മറുപടി നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അപ്പീലിലൂടെ എന്ത് പരിരക്ഷ എന്തെങ്കിലും താൽക്കാലികമായ ഒരു പരിഹാരം വിഷയത്തിൽ ഉണ്ടാക്കാനാകുമോ എന്നും പരിശോധിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാർ. പക്ഷേ ഇവിടെ നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ വലിയ പ്രതിരോധത്തിലാണ്. എന്തായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. TK വിഷ്ണു, ഇത് ഇത്രയും പ്രധാനപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ ആ ഉത്തരവിൻ്റെ വിശദാംശങ്ങൾ എന്താണ് എന്നുള്ളതും ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമാണ്. അതിനെന്തെങ്കിലും കൂടുതലായ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ വിഷ്ണു? ഉത്തരവിന്റെ പകർപ്പ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് 2011 അവലംബിച്ച ആ രീതി തുടരണം എന്നുള്ളത് തന്നെയായിരിക്കാനാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് സർക്കാർ നടത്തിയ പുതിയ പരിഷ്കാരങ്ങൾ അത് ഒരുപക്ഷെ കോടതി അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് പഴയ രീതി അവലംബിക്കണം എന്നുള്ളതായിരിക്കാം ഈ ഉത്തരവിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രസക്ത ഭാഗമായി നിലനിൽക്കാൻ പോകുന്നത്. അത് ഇനി സർക്കാർ എങ്ങനെയാണ് അതിനെ ഡിവിഷൻ ബെഞ്ചിൽ മറികടക്കാൻ പോകുന്നത്, ഡിവിഷൻ ബെഞ്ചിന് മുൻപിൽ ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ
മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ തിരിച്ചടി സംഭവിച്ചിട്ടുണ്ട്. DK സിംഗിന്റെ ബെഞ്ചാണ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി അതിന്റെ ഉത്തരവിന്റെ പകർപ്പ് പുറത്തു വന്നാലായിരിക്കും സർക്കാർ നടത്തിയ പരിഷ്കാരങ്ങളിൽ ഏതെല്ലാം തരത്തിലുള്ള അതൃപ്തി കോടതി പ്രകടിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് നിയമപരമല്ലാത്ത എന്തെല്ലാം കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാകണമെങ്കിൽ ഓർഡർ പുറത്തു വരണം. വൈകിട്ടോടുകൂടിയായിരിക്കും ഓർഡർ പുറത്തു വരിക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.